ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അഫർമേഷൻ്റെ അനിൽകുമാർ സാറിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ മുമ്പിൽ കാണുന്നതെല്ലാം വിഷ്വലൈസേഷൻ്റെ പാർട്ടാണ്. ആദ്യം നമ്മുടെ മനസ്സിലാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, അതിനുശേഷം അത് റിയാലിറ്റിയിലേക്ക് വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മുടെ മുമ്പിലുള്ള എന്തും നമ്മൾ ആദ്യം സ്വപ്നത്തിലൂടെ കാണും, അതിനുശേഷമാണ് അത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് അനിൽകുമാർ സാറിലൂടെ വിഷ്വലൈസേഷനും ആ വിഷ്വലൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട അഫർമേഷൻ്റെ തലത്തിലും കുറേ പുതിയ അറിവുകൾ നമുക്ക് കേൾക്കാം. അനിൽകുമാർ സാർ കോട്ടയം സ്വദേശിയാണ്. കോട്ടയം നാട്ടകം ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസറായിരുന്നു എക്കണോമിക്സിൽ. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ, അതുപോലെ തന്നെ നല്ലൊരു ട്രെയിനർ എന്നൊക്കെ നിലയിൽ സാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ക്ലാസ്സാണിത്. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അനിൽകുമാർ സാറിനെയും. അനിൽകുമാർ സാർ, യു ആർ വെൽക്കം. താങ്ക് യു ഡോക്ടർ സാവുത്ത. കഴിഞ്ഞ ദിവസം ഇത് ഞാനിവിടെ ഏകദേശമൊക്കെ പറഞ്ഞാണ്. രണ്ടാമതൊന്നും കൂടെ കുറച്ച് പേരുടെ ചില ചോദ്യങ്ങളൊക്കെ വന്നു, എന്നോട് ചോദിച്ചു ഇത് രണ്ടാമതൊന്നും കൂടെ അവതരിപ്പിക്കാമോ എന്നും. ആ രീതിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഞാനത് എല്ലാം അന്ന് പറഞ്ഞിരുന്ന പോലെ എല്ലാം ശരിയാണോ എന്ന് നോക്കി വെച്ചിരുന്നു. പെട്ടെന്ന് ചില വീട്ടിലെ ചില കാര്യങ്ങൾ അത് പറയാൻ ശരിയല്ല, എങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാവുമെന്നും കൂടെ ഓർത്ത് ഇവിടെ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് സാബു സാറിന് ഇനിയും അടുത്ത 2-3 ദിവസത്തെ ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് തീരും. കുറച്ച് സമയം കൊണ്ട് മാത്രം എന്നെക്കൊണ്ടാകാവുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല ടെക്നിക്കുകളും നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ കണ്ടു. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഉള്ളവർക്ക് പല ക്ലാസ്സുകളിലായിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആകർഷണ നിയമം. ആകർഷണ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നമുക്ക് സബലീകരണമാകും. വാട്ട് വി തിങ്ക് ദാറ്റ് വിൽ ഹാപ്പൻ. അത് നേടിയെടുക്കുന്നതിന് പല ടെക്നിക്കുകളുണ്ട്. അത് പലതുണ്ട്. വിഷ്വലൈസേഷൻ ഉണ്ട്, നമ്മൾ അഫർമേഷൻ ഉണ്ട്, ഓട്ടോ സജഷൻസ് ഉണ്ട്, സെൽഫ് ടോക്ക് ഉണ്ട്, പിന്നെ മെഡിറ്റേഷൻ പറഞ്ഞു, പിന്നെ നമുക്ക് പ്രെയർ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചും ആ ടെക്നിക്കുകൾ കൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ നമ്മൾ സബലീകരണമാകും. അപ്പം അതിൽ വിഷ്വലൈസേഷനെ പറ്റിയാണ് ഞാനിവിടെ കൂടുതൽ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമ്മളെ ജീവിതത്തിൻ്റെ നമ്മൾ വിജയം, നമ്മൾ എന്താണോ ലക്ഷ്യമിടുന്നത് അത് നേടിയെടുക്കാൻ ഉള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് തന്നെ അത് നേടി എന്ന് നമ്മൾ ആദ്യമേ ഭാവനയിൽ കാണുക എന്നുള്ളത്. പാരലായിട്ട് പോവാ, നമ്മൾ റിയൽ ആയിട്ടില്ല, ഇപ്പം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അതാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത്. ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരശ്ശീല, മനസ്സിൻ്റെ തിരശ്ശീലയിൽ നമ്മളൊരാഗ്രഹം അത് ഒരു സിനിമയിൽ എന്ന പോലെ തന്നെ പ്രകാശിപ്പിച്ച് കാണുകയാണ്. ഇതാണ് ഈ ദൃശ്യവൽക്കരണം എന്നുള്ളത്. നമ്മൾ സിനിമയിൽ എങ്ങനെയാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്, അത് നമ്മൾ സിനിമയിൽ എന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ അത് സിനിമയിൽ എന്ന പോലെ നമ്മളത് പ്രകാശിപ്പിച്ച് കാണുകയാണ് നമ്മൾ ഈ ദൃശ്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് നേടിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഈ ഭാവനയിൽ കാണുന്നത്. അപ്പം അത് പാരലായിട്ട് പോകുമ്പോൾ അത് നമ്മുടെ യൂണിവേഴ്സുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ലാസ്റ്റ് അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പണ്ട് റഷ്യയിലുള്ള സ്പോർട്സ്മാൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് 1986-80 കാലഘട്ടത്തിൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് അത് വിജയിച്ചിട്ടുണ്ടെന്ന് പറയും.
ഇപ്പം ആധുനിക കാലത്ത് നമ്മളെ ഇതുപോലുള്ള വലിയ വലിയ സ്പോർട്സ് അല്ലെങ്കിൽ ഒളിമ്പിക് പരിപാടികൾ, സിനിമാ നടന്മാർ, മമ്മൂട്ടിയുടെ കാര്യം തന്നെ ഇവിടെ ഏതോ ബുക്കിൽ ഞാനിങ്ങനെ വായിക്കാനിടയായി. പുള്ളി അതൊരു തീവ്രമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് പുള്ളി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് മനസ്സിൽ, അതായത് ഞാൻ ഒരു സിനിമാ നടനാകുന്നു, എനിക്ക് ഇത്രമാത്രം രൂപ എനിക്ക് കിട്ടുന്നു, മറ്റുള്ളവർ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നു, അതെല്ലാവരും എന്നെ കൊള്ളാം, അഭിനയം കൊള്ളാം എന്ന് പറയുന്നത്, പൈസ കിട്ടുന്നതായിട്ടും അതുകൊണ്ട് പ്രയോജനപ്പെടുന്നത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. അതിങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് ഒത്തിരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളിന് ഇത്ര നേട്ടങ്ങളുണ്ടായി, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായി, നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുണ്ടായി, ഹൗസ് ഉണ്ടായി, ഇങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കിട്ടിയ ബെനിഫിറ്റുകളൊക്കെ ഇങ്ങനെ ആ ഭാവനയിൽ കാണുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമേരിക്കനോ ഒരു നടന്റെ കാര്യവും പറഞ്ഞത് ഇപ്രകാരം തന്നെയാണ്. ജിം കാരി എന്ന് പറയുന്ന ആൾ, അത് ഇതുപോലെ തന്നെ ചെക്ക് തന്നെ ഉണ്ടാക്കി വെച്ചെന്നാണ് പറഞ്ഞത്. ഇത്ര 1 കോടി രൂപ എനിക്ക് കിട്ടുന്നു. അത് മനസ്സിൽ കണ്ട് അത് സൂക്ഷിച്ചു വെച്ച് ആ പറഞ്ഞ പോലെ തന്നെ ഇന്ന കാലം കൊണ്ട് പുള്ളി അത്രയും പ്രതിഫലം മേടിക്കുന്ന ഒരാളായി തീർന്നുവെന്നാണ് ഈ ഒരു കാര്യം ഇവിടെ ചില ബുക്കുകളിൽ ഞാൻ വായിക്കാനിടയായിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ അത് നമ്മൾ നടക്കും, അത് നമ്മൾ ഭാവനയിൽ കാണുക, അത് യാഥാർത്ഥ്യമായി തീരും എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ദൃശ്യവൽക്കരണത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ച കാര്യവും, അപ്പം അതിന് നമ്മുടെ ഇമോഷൻസ് എല്ലാം കൂടെ നമ്മൾ വർക്ക് കൊണ്ടുവരണം. നമുക്ക് സ്ട്രോങ് ബിലീഫ് വേണം, നമ്മളത് നേടിയെടുക്കും എന്നുള്ളൊരു നമുക്ക് ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകും. അപ്പം ആ വിശ്വാസം വേണം നമ്മളത് നേടിയെടുത്തു എന്നുള്ള കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മുടെ ഫോക്കസ് വരും. നമുക്ക് നമ്മുടെ മനസ്സ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അടഞ്ഞു നടക്കുക, പല പല കാര്യങ്ങൾ, ചിന്തകൾ തന്നെയാണെങ്കിലും പലതുണ്ട്. അത് ഇതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഉദാഹരണം തന്നെ നമ്മുടെ സൂര്യപ്രകാശം നമ്മൾ എല്ലാവർക്കും കിട്ടുന്നു. നമ്മളതൊരു പ്രത്യേക പോയിന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കത്തുന്നതായിട്ടാണ്. ഒരു പ്രത്യേക പോയിന്റ് കൊണ്ടുവരുമ്പോൾ കടലാസോ ഒരു പഞ്ഞി കഷ്ണങ്ങളോ ഇട്ടാൽ അത് കത്തും എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അത് കോൺസെൻട്രേഷൻ, ഇത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള ആ രീതിയിൽ നമുക്ക് നീങ്ങിയാൽ മാത്രമേ നമുക്ക് നേടാൻ ഒക്കുള്ളൂ. നമ്മുടെ ഇമോഷൻസ് എല്ലാം കൂടെ നമ്മളവിടെ കൊണ്ടുവരണം. പിന്നെ അവിടെ തന്നെ നമ്മൾ അതിനെ കാണുന്നതായിട്ടും നമ്മുടെ ഈ സെൻസസ്, 5 സെൻസസ് അല്ലേ, അത് മുഴുവൻ ഇവിടെ ഉപയോഗിക്കണം. ആ ഉപയോഗിക്കും കൂടി ചെയ്യുമ്പോൾ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ എളുപ്പമാകും. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൂടെ പറയാനുള്ളത്. പിന്നെ അതൊരു മെന്റൽ ട്രെയിനിങ് ആണ്. നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചാൽ ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു അച്ചീവ് യുവർ ഗോൾസ് by imagining the desired outcome. So mental picture of what do you want to accomplish. നമ്മളോട് സൂചിപ്പിച്ചത് നമ്മുടെ ഇമേജിന്റെ കൊടുക്കുന്ന ഇമേജിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ആ ആക്ടിവിറ്റി നമ്മളിലേക്ക് നടക്കാനുള്ള നിശ്ചിത കൂടി വരുന്നു. നമ്മളത് മെന്റൽ ഇമേജ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വേറൊരു കാര്യം ഇവിടെ തിരിച്ചു വരണ്ടേ, നമ്മുടെ കോൺഷ്യസ് മനസ്സും അൺകോൺഷ്യസ് മനസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കോൺഷ്യസ് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, ലോജിക്കായിട്ട് ചിന്തിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മനസ്സിന് അങ്ങനെ അതിനെ തിരിച്ചറിയാൻ ഒക്കില്ല. സബ് കോൺഷ്യസ് മനസ്സ് എന്ത് പ്രവൃത്തി ചെയ്യും അത് നമ്മൾ ആവശ്യപ്പെടുന്നു, അത് നടത്തി തരിക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മനസ്സിൻ്റെ പ്രവർത്തനം. അപ്പം ആ സബ് കോൺഷ്യസ് മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ വിഷ്വലൈസേഷൻ റിയൽ ആണെന്ന് കരുതിക്കൊണ്ട് അതിങ്ങനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുവരും. അപ്പം അത് നമ്മൾ ഇതിന് ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം നമ്മുടെ കോൺഷ്യസ് മനസ്സ് ഇതുകൂടി വരുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഈ വിഷ്വലൈസേഷൻ ചെയ്യുകയും അതുപോലെ ഈ അഫർമേഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
അത് നേരെ നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്. അത് നടപ്പിലാക്കി തരികയും ചെയ്യും. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ നേരത്തും നമ്മൾ ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ വിഷ്വലൈസേഷൻ നമ്മുടെ ലക്ഷ്യം അത് നേടിത്തരുവാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ സമയത്ത് നമ്മുടെ മനസ്സ് ഉപബോധ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. കോൺഷ്യസ് മനസ്സ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം സബ് കോൺഷ്യസ് മനസ്സാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഈ മെഡിറ്റേഷൻ സമയവും ഇതിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം തന്നെയാണ് സബ് കോൺഷ്യസ് മനസ്സിന്റെ പ്രവർത്തനം. അതിനാണ് ഇതെല്ലാം ചെയ്യാനൊക്കുന്നത്. അപ്പം അത് നമ്മുടെ ദൃഢമായ നമ്മുടെ ഈ ദൃശ്യവൽക്കരണത്തിനോടൊപ്പം തന്നെ അഫർമേഷൻസ് കൊടുക്കുക. അത് നമ്മുടെ ദൃഢമായിട്ടുള്ള നമ്മുടെ അഫർമേഷൻസ് കൊണ്ട് അത് മനസ്സിൽ ഉറക്കിയ കുറിച്ച് അതാണ് ഈ അഫർമേഷൻ കൂടെ ഇടയ്ക്ക് ചേർക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഓട്ടോ സജഷൻ നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമ്മൾ തന്നെ സ്വയം പറയുക. അതും പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാകാനാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നോ അത് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് യു ഗീവ് ദാറ്റ് യു ഗെറ്റ് എന്നാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സംഗതി ലോ ഓഫ് അട്രാക്ഷനോട് ചേർന്ന് ആ ലക്ഷ്യം നേടുന്നതിന് നമ്മളെ വളരെ സഹായിക്കുന്ന ഇത് റിയൽ ആക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. അതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കുട്ടി ജനിക്കുന്ന കാര്യവും ഒക്കെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെ കൊണ്ട് നിർത്തുക, ലക്ഷ്യം നേടുക എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്യം നേടിക്കഴിഞ്ഞ് അതുകൊണ്ട് നമ്മൾ പിന്നീട് അനുഭവിക്കുന്ന അനുഭവം അതെല്ലാം നമ്മൾ അവിടെ വെച്ച് മനസ്സിൽ കാണുക തന്നെയാണ്. ഉദാഹരണം, ഒരു വീട് നമ്മൾ പണിയണം എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ അതിന് നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ ശേഷം അതിൻ്റെ ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നത് മനസ്സിൽ കാണുക, അതിൻ്റെ ഒരു ആർക്കിടെക്റ്റിനെ കാണുന്നു, അയാൾ അത് വേണ്ട നിർദ്ദേശങ്ങൾ തരും. നമ്മൾ ആ പ്ലാൻ അനുസരിച്ച് മേശരിമാരെ കൊണ്ടുവരുന്നു, അതിൻ്റെ കല്ലിടുന്നു, ആ പണി ഓരോ ഘട്ടങ്ങളാക്കി തീർക്കുന്നു. അപ്പം അതിനു വേണ്ടിയുള്ള കല്ലിറക്കുന്നു, മണലിറക്കുന്നു, അതിൻ്റെ ഓരോ സ്റ്റേജിലായി അത് ലാസ്റ്റ് അത് പണി തീർന്നു. അതെല്ലാം നമ്മൾ ഫീൽ ചെയ്യണം. കല്ലിറക്കുമ്പോൾ അതിൻ്റെതായ സൗണ്ട്, അതിൻ്റെ ഒരു മണം, ഇങ്ങനെയുള്ള സെൻസസ് കൂടെ ഉപയോഗിക്കുകയാണ്. ലാസ്റ്റ് അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറി പാല് കാച്ചുന്നു, ഹൗസ് വാമിങ് നടക്കുന്നു. അതിനകത്ത് നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം നമ്മൾ അതിലേക്ക് വിളിക്കുന്നു. അവരെല്ലാവരും വരുന്നു, നമ്മൾ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, വർത്തമാനം പറയുന്നു, അവർ പോകുന്നു, നമ്മളവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതായത് അതിൻ്റെ അടുക്കള ഭാഗവും എല്ലാം നമ്മൾ അതിൻ്റെ ഭാവനയിൽ കാണും. കിച്ചൺ, അതിൻ്റെ ലിവിങ് റൂം, ഇങ്ങനെ ബെഡ്റൂം എല്ലാം നമ്മളിങ്ങനെ ഭാവനയിൽ കാണുക. അത് പിന്നെ ഇത് യാഥാർത്ഥ്യമാകുകയാണ്. ഇങ്ങനെ നമ്മളവിടെ സന്തോഷത്തോടെ നമ്മുടെ പ്രായമായി വിവാഹിതനായ ആളാണെങ്കിൽ ഭാര്യയും മക്കളും നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരുമായി സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ഈ ഭാവനയിൽ നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്. അതാണ് അത് നമ്മുടെ സകല നമ്മുടെ സെൻസ് ഓർഗൻസ്, അല്ല നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണ മൂക്ക് ഉള്ളതല്ല, ഇന്ദ്രിയങ്ങൾ കൂടി അതിൻ്റെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് അത് നമ്മുടെ ലക്ഷ്യത്തിലാകുകയും നമുക്കൊരു സന്തോഷം തരികയും ചെയ്യും. ഈ സന്തോഷമൊക്കെ നമ്മുടെ ഇമോഷൻസൊക്കെ നമ്മൾ അനുഭവിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഈ ദൃശ്യവൽക്കരണത്തിലൂടെ നമ്മൾ ലക്ഷ്യങ്ങൾ നേടുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്വപ്നമാണെങ്കിൽ പോലും നമ്മളത് യാഥാർത്ഥ്യമാണെന്ന് സബ് കോൺഷ്യസ് മനസ്സ് വിചാരിക്കും. അപ്പം നമ്മൾ വിയർത്ത് ഞെട്ടി എഴുന്നേക്കും. അപ്പം അതത് ചെയ്യുന്ന അവൻ്റെ പ്രവർത്തനം അത് ചെയ്യുന്നതിൻ്റെ ഒരു തെളിവാണ്. ഒരു പാമ്പിനെ ഒന്ന് വഴിയെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു കയറ് വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അത് പാമ്പാണെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. ആ പ്രതികരണം നടത്തുന്നത് ഈ ഉപബോധ മനസ്സാണ്. ആ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇതിൻ്റെ ദൃശ്യവൽക്കരണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സബ് കോൺഷ്യസ് മനസ്സ്.
അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്ത് ദൃശ്യമാണ് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത്, അത് ഏത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് അതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ ഉപബോധ മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് യാഥാർത്ഥ്യം ഏത്, യാഥാർത്ഥ്യമല്ലാത്ത ഏതാണെന്നുള്ള സബ് കോൺഷ്യൻസിന് അത് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്, വരുത്താൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പല ദൃശ്യവൽക്കരണവും നടത്തിയ നമ്മളിത് പല കാര്യങ്ങളും നേടിയിട്ടുള്ളത്. പല കലാകാരന്മാരും ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു വെച്ചു. അപ്പം നമുക്ക് അതിനൊരു നല്ലൊരു ബിലീഫ് വേണം, ഒരു ആത്മവിശ്വാസം വേണം. അങ്ങനെ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യവൽക്കരണം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ആവർത്തിച്ചുള്ള ചിന്തകൾ, ദൃശ്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ സ്വീകരിക്കും. പിന്നെ അതിൻ്റെ ചിത്രങ്ങൾ നമ്മളെല്ലാം വിഷ്വലൈസ് വിത്ത് ക്ലീൻ ഇമേജസ് കൊടുത്താൽ നല്ലതായിരിക്കും. നല്ല വർണ്ണങ്ങൾ കൊടുത്താൽ അതും നല്ലതായിരിക്കും. അതായത് നല്ല ചിത്രങ്ങൾ വേണം ദൃശ്യവൽക്കരിക്കുക. വീടിൻ്റെ ആണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക. ഒരു കാർ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അതൊന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് വീട് വെക്കുന്ന കാര്യവും കാറ് വാങ്ങിക്കുന്ന കാര്യവും. അത് ഏത് കാര്യവും നമുക്ക് കാണാം. ജീവിതത്തിൽ നമ്മുടെ ഏത് കാര്യവും നമ്മുടെ അസുഖത്തെ മാറ്റാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല ഒരു പ്രസംഗകനാകാൻ വേണ്ടി, ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടി, ജീവിതത്തിൽ എല്ലാവരും ആകർഷിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാകാൻ വേണ്ടി, പിന്നെ മറ്റുള്ളവർക്കൊരു സഹായം നീട്ടുന്ന ഒരാളായിട്ട് തീരും, പണം നമ്മളിലേക്ക് എത്താൻ അതിന് ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, ഇതെല്ലാം ഇതിൻ്റെ പ്രയോജനങ്ങളാണ്. നമ്മൾ പലതും നേടും. കുട്ടികളാണെങ്കിൽ അവരുടെ എക്സാമിനേഷനിൽ അവർ പാസ്സായി അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി ഹയർ സ്റ്റഡീസിന് പോവുകയും ജോലിയിൽ കയറുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്ത് അത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ ദൃശ്യവൽക്കരണം പറയുമ്പോൾ നമുക്കൊരു സമയം കാണും. ഇത്ര നാൾ കൊണ്ട്, അതായത് വീട് ഇത്ര നാൾ കൊണ്ട് ശരിയാകും എന്നുള്ളത് നമ്മൾ സമയബന്ധിതമായി ദൃശ്യങ്ങൾ കാണണം. ഇപ്പം നമുക്ക് അടുത്ത 6 മാസത്തിനകം, മെയ് ജൂണിലേക്ക് അല്ലെങ്കിൽ ആ മാസം കൊണ്ട് എനിക്ക് ഇത്ര രൂപ എനിക്ക് കിട്ടുന്നു. അപ്പം ഇതൊക്കെ തപാലിൽ ലഭിക്കുന്നതായിട്ടോ എല്ലാം നമുക്കത് കാണാം. നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ വർത്തമാനകാലത്തിലായിരിക്കണം, പ്രസന്റ് ടെൻസിലായിരിക്കണം. അത് സംഭവിക്കുന്നതായല്ല കാണേണ്ടത്, അതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് തന്നെ കാണും. അത് ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് ചർച്ചയിൽ നിങ്ങളെല്ലാവരുടെയും ഇടപെടലും നിങ്ങളുടെ ചർച്ചയൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോഴും നമുക്കെല്ലാവർക്കും അത് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് മനസ്സിലേക്ക് കിടക്കുക. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ബാക്കി എടുക്കാം. സാറേ, സാബു സാറേ, ഹലോ സാറേ കേൾക്കാം. സാബു സാർ, യെസ് യെസ്. നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങോട്ട് കമന്റും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടും നമുക്ക് പറയാം. ഓക്കെ, അപ്പം ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ്റെ പാട്ടാണ് അനിൽകുമാർ സാറോട് കിട്ടിയത്. നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആ ഒരു വൈഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് റിയാലിറ്റിയെന്നോ അല്ലെങ്കിൽ ഫാൻറ്റസിയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ എന്ന പോലെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അത് നൽകും. അതിലൂടെയാണ് നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് അനിൽകുമാർ സാറ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ്റെ പാട്ടായിട്ട് പറഞ്ഞത്. നിങ്ങളുടെ അനുഭവം നമ്മുടെ റിയൽ ലൈഫിൽ സാർ അതും പറഞ്ഞിരുന്നു, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ വിഷ്വലൈസേഷൻ്റെ പാട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് ഇതുപോലത്തെ വിഷ്വലൈസേഷൻ്റെ എന്തെങ്കിലുമൊക്കെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അഫർമേഷനിലേക്ക് പോകാം, അല്ലേ സാറേ? അങ്ങനെയാ, അത് കഴിഞ്ഞ അഫർമേഷൻ. യെസ്. അപ്പോൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ശ്രീകുമാരി മാം പറയും. എനിക്ക് ചെറിയ കുട്ടിക്കാലത്തെ ചിട്ടിയും
ഫിനാൻസും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. ഞാൻ എപ്പോഴും അതിനെപ്പറ്റി സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അതുകൊണ്ടായിരിക്കും വളർന്നു വന്നപ്പോ എനിക്ക് KSFB ജോലി കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ തമിഴ്നാടാണ് എന്റെ ജന്മദേശം. എനിക്ക് കേരള ആയിരുന്നു താല്പര്യം. അതിനെപ്പറ്റി ഞാൻ സ്വപ്നം കാണുമായിരുന്നു എപ്പോഴും ചെറുതെ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഈ വിഷ്വലൈസേഷന്റെ താല്പര്യമുണ്ട്. പിന്നെ എനിക്കൊരു സംശയം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ നമ്മൾ സ്വപ്നം കാണും, നമ്മൾ വളരെ കാര്യങ്ങളും ചിന്തിക്കും. അതിന്റെ ഇടയിൽ പല ചിന്തകളും വേറെ നമ്മളെ ഇഷ്ടം കൂടാതെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യുന്നല്ലേ? അനിൽകുമാർ സാറെ കേട്ടോ, അങ്ങനെ തിരിച്ച് നമ്മുടെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആ. സമയത്ത് ചിന്തകൾ മാറിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ മനസ്സുകൊണ്ട് മനഃപൂർവ്വം നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ സ്വയം പറയുക. അത് കുറച്ച് പെട്ടെന്ന് എല്ലാം കൂടെ ഒറ്റയടിക്ക് നടക്കുകയില്ല. ഉദാഹരണം തന്നെ പറയുകയാണ്, എനിക്കിപ്പോൾ തന്നെ നടക്കാൻ വയ്യാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. എനിക്കിപ്പം സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാതെ ഉണ്ട്, തേർഡ് ഗ്രൂപ്പ് പഠിച്ച് പാസ്സായിട്ട് PDC ഡോക്ടറാണെന്ന് പറഞ്ഞാൽ ഓക്കെ. അത് റിയാലിറ്റി നമ്മുടെ ലോജിക്ക് പ്രവർത്തിക്കും. അതുപോലെ 2 വർഷം കൊണ്ട് MBBS എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. അതുപോലെ തന്നെ ചേന എടുത്താൽ പിറ്റേ മാസം ഉണ്ടാവണമെന്ന് പറഞ്ഞാലും ഉണ്ടാകില്ല. അത് കുറെ സമയമെടുക്കും. ഇപ്പം മെഡിറ്റേഷൻ തന്നെ ആദ്യം ചെയ്യുന്ന ഉടനെ പലരും വയ്യ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകും. നമ്മൾ ആദ്യമേ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ഇല്ല, പരാജയപ്പെട്ടത് ഏത് കാര്യം അങ്ങനെ. കുട്ടികൾ നടക്കുമ്പോൾ പോലും അങ്ങനെ ആദ്യം കുറെ താഴെ വീഴും, പിന്നെ അത് നടന്ന് പരിശീലിച്ചെടുക്കും. അത് മനഃപൂർവ്വം ടീച്ചറല്ലേ, ടീച്ചർ മനഃപൂർവ്വം തന്നെ എന്നെ കൊണ്ടാകും എന്ന് മനസ്സിനോട് ഒരു അഫർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ മനസ്സിൽ കാണുകയും ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം മാഡം ഒന്ന് ചെയ്ത് നോക്കിയേ, അത് ശരിയായി വരുമെന്നുള്ള. ആദ്യം എനിക്കും തന്നെ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നി, അല്ലെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പറഞ്ഞോ, ചോദ്യങ്ങളുണ്ട്, പറഞ്ഞോ. അതെ, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ടുകൾ മാറിപ്പോകാതിരിക്കാൻ ചില സൂത്രവിദ്യകളൊക്കെ ഉണ്ട്. നമ്മൾ വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അത് പറഞ്ഞ അതിലേക്ക് ഒന്നില്ല. നമ്മൾ കിടക്കുന്നതിന്റെ yes. വീടിന്റെ റൂമിന്റെ ഒക്കെ വിഷൻ ബോർഡും വെക്കണം. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്തി ആകണം, എനിക്കൊരു ജോബ് വേണം, ഒരു ഗവൺമെന്റ് ജോബ്. ഇത് നമ്മുടെ 2 എല്ലാം കൂടെ എടുത്ത് എഴുതാനൊക്കെ ആദ്യം ഒന്ന് പ്രധാനപ്പെട്ട പറഞ്ഞില്ല നേരത്തെ, സൂര്യപ്രകാശത്തിന്റെ കാര്യം പറഞ്ഞു, കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം, 1-2 കാര്യം. എനിക്ക് ആരോഗ്യം, അതുപോലെ തന്നെ ഇതെല്ലാം പ്രശ്നമില്ല. അതുപോലെ ഒരു ജോലി, ഇത്രയും നമ്മുടെ വീടിന്റെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത് കാണണം, നമ്മുടെ മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് അങ്ങ് ചെല്ലുന്ന ഉടനെ പലരും പല രീതിയിൽ കോർക്കുമെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് നമ്മൾ വിഷൻ ബോർഡ് എഴുതി വെക്കുക എന്ന് പറയും. അതുപോലെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാം. നമ്മൾ ഇന്ന് കുറെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് ഇത്രയും ആരോഗ്യം തന്നു. നമ്മളിങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി ദൈവം തന്ന ഇന്നത്തെ അനുഗ്രഹങ്ങൾ, എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഓർക്കുകയാണെങ്കിൽ ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, വിദ്യാഭ്യാസം, വരുമാനം, ഇങ്ങനെ വിവാഹ ജീവിതം, സന്താനഭാഗ്യം, സാബു സാറിനെ പറ്റി പോലെയുള്ള നല്ല നല്ല വ്യക്തികളെ, അതായത് ഡോക്ടർ സാബു സാർ, ഡോക്ടർ PP വിജയൻ സാറിൻ്റെ നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിയുടെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഡോക്ടർ നമ്മളെപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്, ഡെയിലി ഓർക്കാറുണ്ട്, ആന്റണി ജോസഫ് സാർ, അങ്ങനെ എന്നെ ഈ ഇടയ്ക്ക് എന്നെ ചികിത്സിച്ച ഒരു ഡോക്ടർ. ഇപ്പം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോന്ന് എഴുതി വെക്കുക. അപ്പം നമ്മുടെ മനസ്സൊന്നും കൂടെ പവിത്രമാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും. നമ്മുടെ മനസ്സിൽ ഒരു വൈരാഗ്യം ഒരാൾ വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ടെൻഷൻ വെച്ചുകൊണ്ടിരിക്കുക. ആദ്യം നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കാം. മനസ്സിനെ ഫ്രീ, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല എന്ന് പറഞ്ഞ് ഫോർഗീവ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കണം. അതൊക്കെയാണ് വലിയ വലിയ ആഗ്രഹങ്ങൾ നേടാനുള്ളത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ലവ്, നമ്മളോട് ദ്രോഹം ചെയ്തത് പലരും ഉണ്ടല്ലോ, നമ്മൾ അവരെ മനഃപൂർവ്വം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. അവരോട് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാകും. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് വർഗീയമായുള്ള കഴിവ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യണം. നമ്മളോട് ഉപകാരം ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുകയും എഴുതി വെക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും വലുതായിട്ട് കിട്ടുമെന്ന് ഓർത്തിട്ടുണ്ടാവും നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തി വലുതാക്കുകയും അല്ലെങ്കിൽ വേറെ ആൾക്കൊരു സഹായം ചെയ്യും. ആ അൺകണ്ടീഷണൽ ആയിട്ടൊരു ലവ്, അത് എല്ലാവരിലും നമ്മൾ ചെയ്യും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മളത് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുണ്ടല്ലോ, ഇത് തന്നെയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അതിലും നമ്മൾ ഉറച്ച ഒരു വിശ്വാസം വേണം. ഇതിനും ഏതിനും ഒരു വിശ്വാസമല്ലേ. പണ്ട് ഒരു
ഒരു പരസ്യത്തിൽ പറയാതെ വിശ്വാസമല്ലേ എല്ലാം, അത് സത്യമാണ്. ആ വിശ്വാസം നമുക്ക് വേണം. നമ്മൾ നേടും 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 എന്നുള്ള വിശ്വാസം വേണം. ടീച്ചറെ അത് മനസ്സിലായോ മാഡത്തിന്? മാഡം ചോദിക്കുക, ഞാൻ എനിക്കറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ സാബു സാറൊക്കെ ഇരിക്കില്ല ഇതിന്റെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ആഗ്രഹിച്ചപ്പം ശ്രീകുമാരി മാം പറഞ്ഞതാണ് കുട്ടിക്കാലം മുതലേ കണക്കിനോടുള്ള ഇഷ്ടം. അങ്ങനെ KSFE-യിലെ മോഹൻദാസ് സാർ പറയും. മോഹൻദാസ് സാർ പറഞ്ഞോളൂ, കേൾക്കാം. സാറേ ഞാൻ പുറത്താണ്, ക്ലിനിക്കിൽ ഓക്കെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേണോഗോപാൽ സാർ? അതായത് വിഷ്വലൈസേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇപ്പം സാധു സാർ പറഞ്ഞ പോലെ ഈ കണക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമായിരുന്നു. ഞാൻ അക്കൗണ്ടൻറ്റ് സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണ്. അക്കൗണ്ടൻ്റായി ജീവിക്കുക. കാരണം എൻ്റെ റിലേഷൻസ് പെട്ട് 1-2 പേർ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ജോലി ഞാൻ അവരെ കണ്ടപ്പോൾ അവരുടെ ജോലി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി ഒരു അക്കൗണ്ടൻ്റ് ആണോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ LIC. പക്ഷേ എനിക്ക് കിട്ടിയത് ഓഫീസ് വർക്ക്. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന വർക്കാണ് ഓഫീസ് വർക്ക്. എനിക്ക് കിട്ടിയ ജോലി ഏതാണ്ട് ഓഫീസ് വർക്കും പിന്നെ ഫീൽഡ് ഉണ്ടെങ്കിലും ഏതാണ്ടൊക്കെ നമ്മളെ വിഷ്വലൈസേഷൻ അനുസരിച്ച് എനിക്ക് കാര്യത്തിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വിഷ്വലൈസേഷൻ ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് കാട് കയറിയിട്ടാണ് ഉള്ളത്. കാരണം അത് പലപ്പോഴും ഈ എയിമിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായത്. ചില കാര്യങ്ങൾ മാത്രം ശരിയാവുന്നുണ്ട് എന്നുള്ളതാണ്. അതായിരിക്കുമോ യാഥാർത്ഥ്യം എന്ന് എനിക്ക് പിന്നെ ആ സംശയമുണ്ട്. എങ്ങനെയാണോ? കാരണം നമ്മളിപ്പോൾ ആക്ച്വലി എല്ലാം റെഡിയാവുന്നതാണല്ലോ സാറ് പറഞ്ഞത്. ഇപ്പം നമ്മളെ അനിൽകുമാർ സാറ് അങ്ങനെ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ എല്ലാം ഒന്നും അങ്ങനെ കൃത്യമായിട്ട് ശരിയായിക്കൊള്ളുന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. സാറിന്റെ ഏകദേശം ഒന്ന് പറ, നമുക്ക് ആ ഡിഫക്ട്സ് കണ്ടുവെച്ചാൽ നമ്മളെല്ലാവരും ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കിട്ടും. സാർ എന്താ ആഗ്രഹിച്ചത്? ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാം വന്നോ? വരണം. അല്ല, ഈ ഓഫീസ് വർക്കിന്റെ കാര്യത്തിൽ അല്ല ജോലിയുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പം ശരിയായിട്ടുള്ളൂ. ജോലിയുടെ കാര്യത്തിൽ പിന്നെ കൂടുതൽ വിദ്യാഭ്യാസം പോസ്റ്റ് ഗ്രാജുവേറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല. അത് നേരത്തെ കാലേ സാറിന് ഇപ്പോഴത്തെ സമയത്തല്ലേ, ഇത് അറിഞ്ഞതിന് ശേഷമല്ലോ? അതെ, അതിന്റെ ജോലി കിട്ടിയ അവസരത്തിൽ തന്നെ. അത് സാറേ ഇപ്പോഴേ എൻ്റെ ഇവിടെ തന്നെ 10, 65, 70 വയസ്സായവരൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. MA ഉദാഹരണം തന്നെ ഇഗ്നോയുടെ കോഴ്സുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ഉദാഹരണം തന്നെ MBA, MSW, MA സൈക്കോളജി, MA ഇംഗ്ലീഷ്. ഇവിടുന്ന് എൻ്റെ വൈഫിനോട് ജോലി ചെയ്ത ടീച്ചർ MA ഇംഗ്ലീഷ് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അപ്പൊ അത് അവരും അതുപോലെ ചെയ്തു. സാറിനും പറ്റും. പക്ഷെ നമ്മളിത് ഈ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണ്ടേ? ആരോടെങ്കിലും ചോദിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ ചേരണമെന്നുണ്ട്, ആരോടെങ്കിലും ചോദിക്കുക, സാബു സാറിന് ചോദിക്കുക, എന്നോടൊന്നും ചോദിക്കുക, മറ്റുള്ള ചോദിക്കുക, ഇങ്ങനെ ഒരു കോഴ്സ് സാറിന് മനസ്സുണ്ടെങ്കിൽ പറ്റും. അങ്ങനെയാണെങ്കിൽ നടക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ സാമ്പത്തികമായിട്ട് കുറച്ച് ഏതെങ്കിലും അത് നല്ല രീതിയിലുള്ള സമ്പാദ്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റായ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ സാമ്പത്തികമായി കുറേ കൂടി അഭിവൃദ്ധിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു കേൾക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പോയിന്റ് പറയുന്നത് ഇതാണ്, നമ്മളുടെ വിഷ്വലൈസേഷൻ ലക്ഷ്യം കൃത്യമായിട്ട് കണ്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ പിൻ പോയിന്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഏകാഗ്രതയിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ചിന്തകളാണെങ്കിൽ പ്രശ്നം വരും. നടക്കും സാറേ, നടക്കും. പിന്നെ വേറെ ഒരു വിഷ്വലൈസേഷന്റെ ഒരു റോള് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മൾ അധ്യാപകരാകണമെന്നാണ്. അങ്ങനെ അധ്യാപകരാകണമെന്ന് വിഷ്വലൈസ് ചെയ്ത് അധ്യാപകരായവരുണ്ടെങ്കിൽ പറയും. ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത ആളാണ് സാറേ. എനിക്കിഷ്ടമുള്ളൊരു മാഷുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സില് മാഷിങ്ങനെ വായതോരാതെ ക്ലാസ് എടുക്കും. അപ്പൊ ഞാൻ അതിനു വേണ്ടി എത്ര പുസ്തകം ആ സമയത്ത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ വേറെ ക്ലാസ്സിലെ കുട്ടികൾ എന്നോട് വന്ന് സംശയം ചോദിക്കുക. എനിക്ക് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. മാഷ് മരിച്ചുപോയി, ശക്തിധരൻ മാഷ്. പിന്നെ PG ക്ലാസ്സിൽ തന്നെ മേനു സാറും മരിച്ചു. നല്ല റിട്ടയർമെന്റിന് ശേഷം ഒരു ജോലി, എനിക്ക് ചാരിറ്റിക്കുള്ള പൈസ എൻ്റെ അടുത്ത് വരുന്നില്ല. ഒരാളെ ഹെൽപ്പ് ചെയ്ത് ലോണായി ഞാൻ. പക്ഷെ എനിക്കിപ്പോ ഒരിടത്ത് എനിക്ക് വയ്യ, സൗണ്ട് പ്രോബ്ലം. ഞാൻ നിർബന്ധപൂർവ്വം ഒഴികെ ചെയ്ത് എനിക്ക് 2-3 എനിക്ക് വർക്ക് കിട്ടി എന്നുള്ളതാണ്.
വലിയ പൈസ ഒന്നുമില്ല, സർവീസാണ്. എന്നാലും അപ്പോ നമ്മളെ പരിമിതി നിന്നുകൊണ്ട് നമുക്ക് സാധ്യത കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ കറക്റ്റാ എനിക്ക് പറ്റാറുണ്ട്. അപ്പോ എൻ്റെ യോഗയുടെ PG എൻ്റെ ഇതിന്റെ ഓഡിറ്റിന്റെ തലേന്നാ വൈവേനെ കഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞു എന്നുള്ളതാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ ഇപ്പൊ ക്ലിനിക്കല് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല റിസ്ക് എടുക്കാം. പക്ഷെ അത് കഴിഞ്ഞു ഇന്റേൺഷിപ്പിന്റെ വൈവേള്ള കറക്റ്റ് പറ്റും. നമുക്ക് പറ്റണതാവണമെന്ന് മാത്രം. റിസ്ക് ഉണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു. സാറേ അങ്ങോട്ട് സാറേ ഗുഡ് ഈവനിങ്. എല്ലാവരോടും ഒരു ഗുഡ് ഈവനിങ് പറയുകയാണ്. സാറേ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഒരു ടൈപ്പിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ BA പഠിക്കുമ്പോൾ തന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ലോവറും ഹയറും ഒക്കെ സൈഡിൽ കൂടെ പാസ്സായി. അപ്പൊ എനിക്ക് കിട്ടിയത് ബിഎഡിന്റെ റിസൾട്ട് വരുമ്പോ തന്നെ എനിക്ക് സ്റ്റെനോഗ്രാഫറായിട്ട്, അതിനിടയ്ക്ക് ഷോർട്ട് ഹാൻഡും പഠിച്ചു. അപ്പൊ സ്റ്റെനോഗ്രാഫറായിട്ട് എനിക്ക് പിന്നെ ഒരു PSC ജോലി തന്നെ കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് 4-5 ജോലി കിട്ടി PSC തന്നെ. അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ഹാർഡ് വർക്ക് അവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അത് കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. അപ്പം ഇപ്പൊ എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരിയാണോ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിലോട്ട് എത്താൻ എന്തോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നമുക്ക് എപ്പോഴും ഒരു സ്വസ്ഥത വേണമല്ലോ സാറേ, എഴുത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. അതിന് എന്തോ ഒരു എപ്പോഴും ഈ ധൃതി പിടിച്ചുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റിലേറ്റീവ്സിന്റെ നമ്മുടെ വീട്ടിലെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഭാവന ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പം അൽകുമാർ സാറേ, എഴുത്തുകാരിയാകാൻ വേണ്ടി വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. സാർ ഒന്ന് സഹായിക്കും. എന്റെ അറിവ് വെച്ചുണ്ട് ഞാൻ ധൈര്യത്തോട് പറയാണ്. നമ്മുടെ ആളെ ഒന്ന് കണ്ടോട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ കണ്ട ആളല്ലേ? അതെ മാഡം, നമ്മള് എഴുത്തുകാരിയാകണമെന്നുള്ള എന്ന് പറയുമ്പോൾ എഴുത്തുകാരായിട്ടുള്ളവരുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരണം. അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ആ മൈൻഡ് സെറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ക്രിയേഷനാണ്. നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിൽ, ദൈവം നമ്മളെ ഈ പറയുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ആ ഒരു പവർ അത്രയും തന്നിട്ടില്ലേ. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് വേണ്ടി ആ ക്രിയേറ്റീവ് പവർ ഉണ്ട്. ആ ക്രിയേറ്റീവ് പവർ നമ്മളിവിടെ ശരിക്കും വിനിയോഗിക്കുന്നില്ല. ആ ക്രിയേറ്റീവ് പവർ നമുക്കുണ്ടെന്നും ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ബിലീഫ് ആയിക്കൊണ്ട് നമ്മൾ ആക്ഷൻസ് വേണം. നമ്മളിപ്പോൾ എല്ലാം പറയും, എല്ലാം പഠിച്ചു വെച്ചിട്ട് ഞാനൊന്നും വായിക്കില്ല, പുസ്തകങ്ങൾ വായിക്കില്ല. അപ്പൊ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോകുകയില്ല, അത് നേർച്ച ഇട്ട് കിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അവൻ ചെയ്യാനുള്ള പകുതി അവനും ചെയ്യണമല്ലോ. നമ്മൾ ആരാണെങ്കിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ വർക്ക് ചെയ്യണം. അതാണ് മാഡം. അപ്പൊ മാഡം അതുകൊണ്ട് തന്നെ ഇത് മനസ്സിൽ കാണുക. അപ്പൊ മനസ്സിൽ കാണുന്നത് നമ്മുടെ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മനസ്സ് ശുദ്ധമായിരിക്കും. പതറി നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ ആരോടും ഉദ്ദേശമില്ല. സാറേ, അതിൻ്റെ അകത്ത് ആദ്യം ചോദിക്കുന്നത് ആരെ പോലുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആകണം? ആരെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്? എഴുത്തുകാരാണ് കൂടുതൽ? അത് മാഡം ഏത് രീതിയിലുള്ള എഴുത്താണ് എന്ന് പറയണം. അത് കഥയാണോ, കവിതയാണോ, അല്ലെങ്കിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നോവലാണോ? അപ്പൊ നോവലിന് നമുക്കറിയാമല്ലോ. ആരോട് ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ പോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ആരാണ്, നല്ല കവികൾ ആരാണ്, അല്ല സിനിമാ ഗാനം എഴുതുന്ന ആൾക്കാരാണ്. അതൊക്കെ നമ്മൾ അവരെ കാണുക. മാഡം ക്ലിയർ ആയല്ലോ? അങ്ങനെയുള്ളവരെ കാണുക. അവരുടെ സ്റ്റൈലും മറ്റും എഴുതാറുണ്ട് സാറേ. എഴുതിയിട്ട് ഇങ്ങനെ 1-2 സ്ഥലത്തൊക്കെ ഞാൻ എന്തിനൊക്കെയോ കൊടുത്തിട്ടുമുണ്ട്. എഴുതിയിട്ടൊക്കെ ഉണ്ട്. ധൈര്യമില്ല. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മെഡിറ്റേഷൻ കുറച്ച് നമ്മളെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു മോഡൽ ഉണ്ടാവണമെന്ന് പറയത്തില്ലേ? ഇപ്പൊ ഇന്ന പോലുള്ള ഒരു എഴുത്തുകാരനാകണം. അപ്പം ഇങ്ങനെ അത് നമ്മുടെ ലക്ഷ്യത്തിനാണ് ആദ്യം പ്രാധാന്യം അല്ലേ? ഫസ്റ്റ് ലക്ഷ്യം അല്ലേ സാറേ? അനിൽകുമാർ സാർ
അതെ 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 അങ്ങനെയാണ്. ലക്ഷ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ വിശ്വാസം എന്നുള്ളത് വേണം. ദാറ്റ് ഇസ് ബിലീഫ്. അതുപോലെ ഫീലിങ്ങോട് കൂടി തന്നെ ഇരിക്കണം. നമ്മുടെ ആക്ഷൻസ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ചിന്തയും എല്ലാം കൂടെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യത്തിൽ നേടുവാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സമയം കുറച്ചൊക്കെ ചെലവഴിക്കുകയും ഇതിനെപ്പറ്റിയുള്ള ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ആൾക്കാരോട്ടൊക്കെ ബന്ധം ഉണ്ടാക്കിയെടുക്കാനും കൂടെ നോക്കാം. അവരെയൊക്കെ വിളിക്കാം, മനഃപൂർവ്വം നമ്മളോട് കെട്ടി ഇറങ്ങണം, നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയായാലും നടക്കും. അതാ എനിക്ക് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് എന്റെ കാര്യം ഒരു പുസ്തകമെങ്കിലും എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുസ്തകം എഴുതണം, പിന്നെ വലിയ എങ്ങനെയുള്ള പുസ്തകങ്ങൾ? ഞാൻ നോവലും ചെറുകഥ സമാഹാരം. ആരുടെ നോവലാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് പണ്ടൊക്കെ കോളേജ് MDയുടെ നോവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. MD വാസുദേവൻ ഞാൻ കൂടുതൽ വായിക്കുമായിരുന്നു. പിന്നെ M മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അല്ല, അങ്ങനെയല്ല മാം. അത് നമ്മളിങ്ങനെ എയിം സെറ്റ് ചെയ്യുമ്പോൾ ആരുടെയാണ്, ഏത് തരമാണ്, ഇങ്ങനെയുള്ള എയിമാണ് നമ്മൾ ഉപയോഗിക്കുന്ന. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു ഗോളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഡിസ്ട്രാക്ട് ചെയ്യാതെ ഒരു സിംഗിൾ ഗോളിലേക്ക് എത്തണം. ഞാൻ നോവലാണ് എഴുതുന്നത്. അപ്പൊ നോവലാണ് എഴുതുന്ന പറയുമ്പോഴത്തേക്കും ആരുടെ നോവലാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്, ഏത് എഴുത്തുകളാണ്, ഏത് രീതിയിലുള്ള എഴുത്തുകളാണ്, അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ഗോളിന്റെ. അപ്പൊ ഗോൾ എന്ന് പറയുന്നത് തന്നെ അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ്. അല്ലെ കുമാർ സാർ? അത് തന്നെയാണ് ഞാൻ നേരത്തെ ഒരു കാര്യം, സൂര്യപ്രകാശത്തിന്റെ കാര്യം പറഞ്ഞു. പ്രകൃതിയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നു. അപ്പൊ അത് നമ്മൾ ടീച്ചർ മാഡം പറയുന്ന കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അതാണ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ. അതിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടണം. അപ്രകാരമുള്ള നോവലുകൾ വായിച്ച് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരണം. അപ്പൊ അത് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ സാധിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയും, നടക്കുകയില്ലെന്ന് വിചാരിക്കാൻ പറ്റിയത്. എനിക്കാണ് സർജറി പറഞ്ഞ ഒരാളാണ്. ഒരു 3-4 പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ആൾക്കാർ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർജറി പറഞ്ഞത്. ഞാൻ ഇതൊക്കെ വെച്ച് നമ്മളെ ഹീൽ ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ലാസ്റ്റ് എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്ത്, എൻ്റെ അടുത്ത് സ്ഥലം മേടിച്ച ഡോക്ടർ സർജറി, MS സർജറി ഓർത്തോ, ഈ പോര് നമുക്ക് ശരിയാക്കാമെന്ന് പുള്ളി, ഞാൻ ദൈവമേന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചത് വിളിച്ചു. 3-4 മാസം ഞാൻ കംപ്ലീറ്റ് റെസ്റ്റായി. അപ്പൊ ക്ലിയർ ആയി, നടക്കാം, ടൗണിൽ പോകാം, വണ്ടി ഓടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ലക്ഷ്യം നേടി. ഈ വിഷ്വലൈസേഷനും അഫർമേഷൻ അതെനിക്ക് വലിയൊരു വിജയമായിട്ട് ഞാൻ കാണും. അത് മനസ്സിലാക്കി ചെയ്തല്ലോ എന്ന്. അപ്പൊ മാഡത്തിനും ഒക്കെ ഈ വക കാര്യങ്ങളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ചെറു പ്രായമാണ്, നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്താം എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇത് വെച്ചാൽ നേടുന്നുണ്ടല്ലോ. പറയും ലീഡർഷിപ്പ് ഉണ്ടാക്കാനായിട്ട്, എഴുത്തുകാരിയാകാനായിട്ട്, നമ്മളെ സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ വരാൻ വേണ്ടി. ഇതൊക്കെ നമുക്ക് ഇതിന് പ്രയോജനപ്പെടുന്നതാണ്. നമുക്കിതിന് മെന്റേഴ്സ് വേണം, നമ്മളെ സഹായിക്കാനുള്ള എക്സ്പെർട്ടുകളില്ലേ, അവരുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടണം. ഇതെങ്ങനെ തുടങ്ങണം? നമ്മളൊരു കഥയാണെങ്കിൽ തന്നെ ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടാകണം. ആ മെസ്സേജ് ഒക്കെ ഉണ്ടാകണം. നമ്മുടെ കഥ എഴുതി നോക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പൊ അത് വിജയത്തിലെത്താൻ പറ്റും. എന്നെ കൊണ്ടാവും എന്ന് മനസ്സിൽ പറയാം. ഞാൻ അതിലേക്ക് എഴുത്തുകാരി ആയിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ പറയുക. അതിനുള്ള ആരോഗ്യമുണ്ട്, കഴിവെനിക്കുണ്ട്, ഐ ക്യാൻ റൈറ്റ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയണം. അങ്ങനെ 25 വരാൻ പോവുകയാണ്. അതിന് മുമ്പേ ഒരു തീരുമാനം എടുത്തു അല്ലേ? അതെ, 2025 വരുന്നതിന് മുമ്പ് തീരുമാനം ആക്കിക്കൊള്ളാം. മനോജ് സാർ എന്തെങ്കിലും പറയുന്നോ? മനോജ് സാർ. സാറേ, എനിക്ക് ഇങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഇതിനകത്ത് വലിയ വിശ്വാസമുള്ള ആളാണ് സാർ. ഇത് സ്യൂഡോ സയൻസ് ആണെന്നും ഇതിന് എംപിരിക്കൽ എവിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഇതിനെ കുറെ പേരൊക്കെ ഇതിനെ വർഷങ്ങളായിട്ട് അറിയാമല്ലോ, ഇതിനെക്കുറിച്ച് ഒക്കെ പറയും. പക്ഷെ അതെല്ലാം സയൻസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ്. പക്ഷെ അതല്ലാതെ സത്യങ്ങളാണ്. ഇതിപ്പോ പലരുടെ അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ്, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രകാരം ഇപ്പം അനിൽകുമാർ സാറൊക്കെ പറഞ്ഞ മാതിരി നമ്മളതിന് തീവ്രമായ ഒരു പരിശ്രമവും യത്നം കൂടെ ഒക്കെ വേണം. അപ്പോൾ നമ്മൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ പ്രത്യേകിച്ച് അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഒരു തപസ്യ തന്നെയാണ്. അവർ ദിവസവും പറഞ്ഞ് ആ ഒരു മൂഡിലെത്തി. ഇപ്പൊ അനിൽകുമാർ സാറ് പറഞ്ഞതാണ് ഏറ്റവും
അതിൻ്റെ ഒരു വലിയ കാര്യമാണ് സാർ. ഒരു മെന്റൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അതായിരിക്കുന്നു എന്നാണ് സാറ് പ്രസന്റ് ടെൻസിലാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം അതിന് തീവ്രമായ ഒരു 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 അഫർമേഷൻസും വിഷ്വലൈസേഷനും മെന്റൽ ഇപ്പൊ NLP ഒക്കെ പഠിക്കുന്നവർ അല്ലേ സാബു സാറെ, ശരിക്കും ഇത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഒരു ദിവസം ഇരുന്ന് ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ഒക്കെ പറഞ്ഞ് ഞാൻ വെറുതെ മനസ്സിൽ കണ്ടാലും നടക്കത്തില്ല. അപ്പൊ അതിനോട്ടുള്ള ഒരു പ്രാക്ടീസ് വേണം, മെന്റൽ റിഹേഴ്സൽ ചെയ്യണം, നമുക്ക് അതിനോടുള്ള തീവ്രമായ ആഗ്രഹം വേണം. അതിനുള്ള ശ്രമങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പം ചിലപ്പോൾ അനിൽകുമാർ സാറിനൊക്കെ അറിയായിരിക്കും. സാറേ, ദി സീക്രട്ട് എന്ന് പറഞ്ഞൊരു വലിയ ഫിലിം ഉണ്ടല്ലോ സാർ, അത് കണ്ടിട്ടുള്ളവരുണ്ടോ? സീക്രട്ട് അല്ലേ? അത് കണ്ടാൽ മതി. സീക്രട്ട് അത് റോണ്ടാ ബൈൻ്റെ വലിയ ഫേമസ് ആയുള്ള, അതുപോലെ തന്നെ നമ്മുടെ നെപ്പോളിയൻ ഹിൽസിന്റെ ഒക്കെ ബുക്സുകളിലൊക്കെ എത്രയോ അനുഭവ കഥകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും സയൻസ് അങ്ങനെ എംപിരിക്കൽ എവിഡൻസ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ പറയുന്നെങ്കിലും അനുഭവങ്ങളാണല്ലോ, സത്യങ്ങളിൽ കൂടെ അനുഭവങ്ങളിൽ പറയുമ്പോൾ സാറേ ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് പറയുന്നവർ കേൾക്കാനൊക്കെ ഉള്ള ഇഷ്ടമാണ്. അപ്പൊ അതിനകത്ത് സത്യാവസ്ഥകൾ ഒരുപാടുണ്ട്. അത് ഇരിക്കുന്നവരുണ്ടാവും, ഇല്ലാവുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഇവിടെ അനുഭവം പങ്കുവെച്ചവരില്ലേ, നമ്മുടെ ഈ ചെറിയ പ്ലാറ്റ്ഫോമിൽ തന്നെ അനുഭവം പങ്കുവെച്ചിട്ടുള്ളവർക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്ന് ചോദിക്കുന്നിടത്ത് അതിനതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ തീവ്രമായ ആ പ്രോസസ്സിൽ കൂടി പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കിട്ടുന്നിടം വരെ നമ്മൾ പ്രയത്നിക്കണം. അതൊക്കെയാണല്ലോ സാബു സാറേ, എൻ്റെ ചെറിയ നോളജാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ കാര്യമാണ്. ഇതെല്ലായിടത്തും ഇപ്പോഴൊക്കെ ഈ കാലത്തൊക്കെ ഇതിനൊക്കെയുള്ള ഒരു പ്രസക്തി കൂടിയിട്ടുണ്ടെന്നാ ഞാൻ മനസ്സിലാകുന്ന കാര്യം. എല്ലാവരും ഇതുപോലുള്ള ക്ലാസ്, ഇപ്പോൾ സാബു സാറിനെ പോലുള്ളവരൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള എനർജിയെ കുറിച്ചുള്ള ക്ലാസ്സുകളും എനർജി ട്രാൻസ്ഫോർമേഷൻസ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഇതുള്ള അറിയാവുന്നവരെ ശ്രദ്ധിച്ച് ഇപ്പൊ കോഴ്സ് പലരും ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോഴ്സില്ലേ സാറേ? അപ്പൊ അതൊക്കെ പഠിച്ച് അതിന്റെ പ്രോസസ്സുകൾ കൂടെ പോയാൽ തീർച്ചയായിട്ടും NLP ടെക്നിക്സ് ഒരുപാടുണ്ട്. വിഷ്വലൈസേഷൻ ഒക്കെ അവിടുത്തെ ഒരു ടെക്നിക്കല്ലേ. നമ്മൾ കണ്ട് അങ്ങനെ ഒരു ഫിലിമിൽ കാണുന്ന പോലെ കണ്ട് മെന്റൽ റിഹേഴ്സൽ ചെയ്തപ്പോൾ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതിനകത്ത് എന്ത് വിജയവും നമുക്ക് നേടാം. അപ്പൊ അതിന് അനിൽകുമാർ സാർ പറഞ്ഞ വളരെ കൃത്യമാണ്. അതിന് കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇമാജിനേഷൻ കൊണ്ടുവരണം. ഞാനത് ആയി എന്നുള്ള ദിവസവും സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് ഞാൻ അനിൽകുമാർ സാർ പറഞ്ഞ എല്ലാ കാര്യത്തോടും, അബു സാർ പറഞ്ഞ എല്ലാ കാര്യത്തോടും, ഇവിടെ അനുഭവം പങ്കുവെച്ച എല്ലാവരോടും ഇതൊക്കെ ഇനിയും ഇത് കൈവിടരുതെന്ന് മാത്രമാണ് പറയുന്നത്. ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അഫർമേഷൻസിലൊക്കെ വലിയ വിശ്വാസമാണ്. പക്ഷേ അതൊരു അങ്ങനെ ഒരു സാക്ഷിയായിട്ട് പറയാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പക്ഷേ നല്ല സബ്ജക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ എന്താണ് അവസാനം കൊണ്ട് എത്തിക്കുന്ന സാറേ, നമുക്ക് ഒരു ഇതിനൊക്കെ വേണ്ട ഒരു നമ്മളെ തന്നെ അറിയാനും നമുക്ക് അങ്ങനെയുള്ള ഒരു ഗോൾ സെറ്റിങ്, അതൊക്കെ വലിയ കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അറിയാൻ മേലാത്ത കാര്യങ്ങളെ നമ്മള് ജീവിതം ഒന്നേ ഉള്ളൂ. ഒറ്റ ജീവിതത്തില് നമുക്ക് ബോധപൂർവം എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇതിലൂടെ വരുന്നത്. അപ്പൊ അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ഓക്കെ, അഫർമേഷനോടെ ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇനി അഫർമേഷനിലേക്ക് ഇപ്പൊ നമ്മൾ അധികം പറയേണ്ട കാര്യം എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകളാണ്. അത് നമ്മള് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. എന്ത് പോസിറ്റീവ് പറഞ്ഞ മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗട്ടില്ല, നമുക്ക് സംശയങ്ങളൊന്നും പാടില്ല. നമ്മളത് പ്രസന്റ് ടെൻസിൽ തന്നെ പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള അഫർമേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ആ ടീച്ചർ പറഞ്ഞ പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോൾ മാഡം പറഞ്ഞില്ലേ, അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട ചില അഫർമേഷൻസ് പറയുകയാണെങ്കിൽ, I am worthy of good things. I believe in my skill and abilities. അത് നമ്മുടെ മനസ്സിലേക്ക് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കഴിവില്, സ്കില്ലില്, ആ എബിലിറ്റിയിൽ ഞാൻ ബിലീവ് ചെയ്യും. I am committed to myself. I see the good in my life and it radiates out of me. I accept and love myself for those who are. I am willing to accept lessons I have learned.
നമുക്ക് വേറെ ചുമ്മാ അങ്ങ് പറഞ്ഞാലും മതി. ഞാൻ ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം ഹാപ്പിയാണ്, ഐ ഹാവ് ഗുഡ് റിലേഷൻസ്, ഐ ആം എ പവർഫുൾ മണി മാൻ ഓർ മണി മാക്ട് എന്ന് ഓരോരുത്തർ പറയണം. മണി മാക്ട് എന്നിലേക്ക് പണം ഒഴുകുന്നു. അനുകൂല സാഹചര്യങ്ങളും വ്യക്തികളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ധനവും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടോ? പ്രസന്റൻസ് തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഐ ആം ഹെൽത്തി, ഐ ആം റിച്ച്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ഹാൻഡ്സം. അത് സാധാരണ പുരുഷന്മാരാ വാക്ക് ഉപയോഗിക്കും, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഐ ആം വെൽത്തി, ഐ ആം മില്ലിനെയർ, ഐ ആം എ വിന്നർ. ടീച്ചർ പറയാം ഞാൻ വിന്നറാണ്. നമ്മൾ ആ ഹെൽത്തിയുടെയും മൈൻഡിന്റെയും പറയാം ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ സ്റ്റേറ്റ്മെന്റ്സ് that can cultivate a positive mindset and overcome self-doubts and achieve our goals. ഇങ്ങനെ ഒത്തിരി ഉണ്ട്, ഇവിടെ പറയാം, ഏറെ ഉണ്ട്. നമുക്ക് ഇനി മെഡിറ്റേഷൻസ് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ? സമയമുണ്ട് എടുക്ക് പറയാം, അല്ലെങ്കിൽ വേണം. സാറേ 8 മണിയായി. പറഞ്ഞോളൂ സാർ, കണ്ടു കുറച്ചുകൂടെ പറയും. സാറോ അല്ല മറ്റേ മെഡിറ്റേഷൻ വേണോ? ഇത്രയായില്ലേ? മെഡിറ്റേഷൻ പറഞ്ഞു പിന്നെ ആകാം, പിന്നെന്താ, തീർച്ചയായും മെഡിറ്റേഷൻസ്. അപ്പൊ ഞാൻ അല്പം ചുരുക്കി ആണ് ഇത് പറയുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ നമ്മൾ ഡോക്ടർ പി വിജയൻ സാറിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഓഡിയോയിൽ ഇതിലുണ്ടായിരുന്നു യൂട്യൂബ്. അതോടൊപ്പം തന്നെ ഡോക്ടർ ആന്റണി ജോസഫ് സാറിൻ്റെയും പിന്നെ ക്ലാസ്സിലുള്ള നമ്മുടെ ഡോക്ടർ സാബു സാറിൻ്റെ ഒക്കെ കേറിയതിൻ്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് ഇവിടെ ചേർത്താണ് നമ്മൾ ഇതെന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഞാൻ സ്വന്തമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ നോക്കും ഈ ഒരു ചെറിയൊരു ഫോമിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം അത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെയും അതിരാവിലെയും നമ്മൾ എഴുന്നേൽക്കുന്ന ഉടനെ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥന ഇത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വൈകുന്നേരവും നമ്മളിത് കിടക്കാൻ നേരത്തും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് നേരത്തെ എഴുതി വെച്ചാണ്, അത് എന്തെങ്കിലും ഫ്ലോയിലാക്കാൻ നോക്കാം. യെസ്, ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ ഇരു കൈകളും കാണാമല്ലോ അല്ലെ, ഞാൻ വീഡിയോ വേണ്ടല്ലോ. കൈകളിലേക്ക് പെരുവിരലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു ഊർജബന്ധം സ്ഥാപിച്ച് മണ്ഡലമുദ്രയിൽ ഇരിക്കാവുന്നതാണ്. ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് സ്മൂത്ത്ലി. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് നമുക്ക് ശ്വാസം വളരെ ശക്തമായി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ താളത്തിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഹീലിംഗ് എനർജി ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. ശ്വാസം വിടുമ്പോൾ ശരീരത്തിനുള്ളിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വിശ്വാസങ്ങളും കറുത്ത നിറത്തിൽ ശരീരത്തിന് പുറത്തുപോയി തറയിൽ പതിക്കുന്നു. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകൾ മാത്രം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. പോസിറ്റീവ് എനർജി സ്വർണ്ണ നിറത്തിൽ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. ശ്വാസം വിടുമ്പോൾ രോഗങ്ങളും രോഗകാരണങ്ങളും എല്ലാം പുറത്തു പോകുന്നു.
വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല മനോഭാവങ്ങളെല്ലാം ഉള്ളിലേക്ക് പോകും. സ്വർണ്ണ നിറത്തിലുള്ള ഹീലിംഗ് എനർജി ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യും. ശ്വാസം വിടുമ്പോൾ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും എല്ലാ അവയവങ്ങളിൽ നിന്നും പുറത്തു പോകുന്നു. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ ശരീരത്തിനുള്ളിലെ നല്ല പോസിറ്റീവ് ഊർജത്തിന്റെ ഫ്ലോ തന്നെ ഗോൾഡൻ യെല്ലോ കളറിൽ ശരീരത്തിൽ പ്രവഹിക്കുന്നു. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ശരീരം മുഴുവൻ പടരും. ബ്രെയിൻ, ഹാർട്ട്, കിഡ്നി, ലിവർ, അങ്ങനെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. എല്ലാ കോശങ്ങളിലും അത് പോകുന്നു. കോശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും നെഗറ്റീവ് ഊർജങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്കൊഴുകി കറുത്ത കളറിൽ തറയിൽ പോയി പതിക്കും. വീണ്ടും ഒരു ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുത്തു വിടുമ്പോൾ ഗോൾഡൻ യെല്ലോ ഹീലിംഗ് എനർജി ശരീരം മുഴുവൻ വ്യാപിക്കും. ശരീരം മുഴുവൻ സ്വർണ്ണ നിറമായി മാറുന്നതായി ഫീൽ ചെയ്യാം. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും നെഗറ്റീവ് ഊർജങ്ങളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ശരീരം പൂർണ്ണമായി പവിത്രവുമായി മാറും. ഇനി സാധാരണയിലെ പോലെ ബ്രീത്ത് ചെയ്യാം. നമ്മുടെ ശരീരം റിലാക്സ് ചെയ്യട്ടെ. 2 കാലുകളും പൂർണ്ണമായി റിലാക്സ് ചെയ്യട്ടെ. കാൽപാദങ്ങൾ റിലാക്സ് ചെയ്യട്ടെ. കാൽപാദങ്ങൾ പൂർണ്ണമായി അയഞ്ഞ് വിശ്രമത്തിലേക്ക് പോകുന്നതായും റിലാക്സ് ചെയ്യുന്നതായും നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. യുവർ ഹീൽസ് ആർ റിലാക്സിങ്. 2 കാലുകളും റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ നീ ആൻഡ് തൈ മസിൽസ്, ഹിപ്പ്, അരയ്ക്ക് താഴെയുള്ള ഭാഗം, ഇവയെല്ലാം പൂർണ്ണമായി റിലാക്സ് ചെയ്യും. അവിടെ റിലാക്സേഷൻ പൂർണ്ണമായി കഴിഞ്ഞിരിക്കും. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മെല്ലെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി, ബ്ലാഡർ, ജെനൈറ്റൽസ്, ബട്ടക്സ്, ബാക്ക് മസിൽസ്, സ്പൈൻ, ഇൻഡസ്റ്റൈൻ, സ്റ്റൊമക്, പാൻക്രിയാസ്, ഇവയെല്ലാം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ആന്തരിക അവയവങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണാം. ഇറ്റ് ഈസ് rejuvenating. It is liver. It is rejuvenating and relaxing. Chest muscles are relaxing. The whole chest is relaxing. Shoulders are relaxing. 2 കൈകളും റിലാക്സ് ചെയ്യുന്നു. അപ്പർ ആംസ്, കൈമുട്ടുകൾ, കൈപ്പത്തി, കൈവിരലുകൾ, ഇവയെല്ലാം റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് യുവർ നെക്ക്. റിലാക്സ് യുവർ ചെസ്റ്റ്. താടിയെല്ലുകൾ റിലാക്സ് ചെയ്യട്ടെ. കാതുകൾ റിലാക്സ് ചെയ്യട്ടെ. കണ്ണുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. നെറ്റിത്തടം റിലാക്സ് ചെയ്യട്ടെ. ടോപ്പ് ഓഫ് ദ ഹെഡ്, ബാക്ക് ഓഫ് ദ ഹെഡ് ആൻഡ് ദ ഹോൾ ബ്രെയിൻ ഈസ് റിലാക്സിങ്. ഓരോ കൗണ്ടിലും റിലാക്സേഷൻ 100 ഇരട്ടിയാകും. 10, 9, 8, 7, 6, 5, 4, 2, 1, 0. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യും. മനസ്സ് പൂർണ്ണമായും റിലാക്സ് ചെയ്യും. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാവുന്നതാണ്. ഫോർഗീവ് എവരിബഡി. എല്ലാവരോടും ഓർക്കുക, ക്ഷമിക്കുക. ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പകയും എല്ലാ നീരസങ്ങളും ക്ഷമിക്കുന്നു. ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോട്, മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, അറിവ് തന്നവരോട്, ആഹാരം തന്നിട്ടുള്ളവരോട്, വസ്ത്രങ്ങൾ തന്നിട്ടുള്ളവരോട്, വഴി പറഞ്ഞു തന്നിട്ടുള്ളവരോട്, ഫ്രണ്ട്സിനോട്, ഓരോ ധാന്യമണികളും ആഹാര സാധനങ്ങളും നമ്മുടെ മുന്നിൽ എത്തിച്ചു തന്നവരോട്, ഓരോ അറിവും നമുക്ക് പകർന്നു തന്നിട്ടുള്ളവരോട്,
നമുക്ക് വേണ്ടി റോഡുകളും വാഹനങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒരുക്കി തന്നവരോട്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് തന്നിട്ടുള്ളവർക്ക് വേണ്ടി നന്ദി, കൃതജ്ഞത അതിശക്തമായി അത് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 100 ഇരട്ടിയായി, 10,000 ഇരട്ടിയായി, ദശലക്ഷക്കണക്കിന് ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ട്. നെക്സ്റ്റ്, ഫീൽ അൺകണ്ടീഷണൽ ലവ്. പ്രതിഫല ഇച്ഛയില്ലാതെ, ഒന്നും പ്രതീക്ഷയില്ലാതെ, എല്ലാവരോടും ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹം മാത്രം നൽകാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകും. കുറ്റപ്പെടുത്തിയിട്ടുള്ളവരോട്, കുറ്റം പറഞ്ഞിട്ടുള്ളവരോട്, ഉപദ്രവിച്ചിട്ടുള്ളവരോട്, എല്ലാവരോടും ഉള്ളിലുള്ള നമ്മുടെ വികാരം സ്നേഹം മാത്രമാകുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ വിജയിക്കുന്നത് കാണാം. അങ്ങേയറ്റത്തെ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, മികവ് നിങ്ങൾ ഇപ്പോൾ കാണാം. അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകാം. സമ്പത്തിൽ നിങ്ങളിപ്പോൾ കൈവരിച്ച നേട്ടങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം. അറിവിലും ബുദ്ധിയിലും കഴിവിലും നിങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം. പുസ്തകങ്ങൾ വായിച്ചത്, കോഴ്സുകൾ ചെയ്തത്, ഡിഗ്രികൾ നേടിയത്, അനുഭവ സമ്പത്തുകൾ നേടിയത്, ഇവയെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ നിങ്ങൾ ഉണ്ടായിട്ടുള്ള മെച്ചങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം. ആത്മീയമായും സാമൂഹ്യമായും നിങ്ങൾ ചെയ്ത നേട്ടങ്ങളെല്ലാം ദൃശ്യരൂപത്തിൽ ഒരു സിനിമയിലൂടെ എന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ആവശ്യങ്ങളും നേടിയത് നിങ്ങൾ മനസ്സിലൂടെ കടന്നു പോകും. ഒരു സിനിമ കാണുന്നത് പോലെ ദൃശ്യരൂപത്തിൽ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. അത് ദൃശ്യരൂപത്തിൽ കാണാം. യു ക്യാൻ സ്മെൽ, ടേസ്റ്റ്, ടച്ച്. ഈ അനുഭവങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സജഷൻസ് ഓർ അഫർമേഷൻസ് നൽകും. ഞാൻ എല്ലാ വിധത്തിലും എല്ലാ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ മേഖലകളിലും വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അറിവായും ആരോഗ്യമായും സമ്പത്തായും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു നിമിഷ നേരം ചിന്തകളില്ലാത്ത ലോകത്തിലേക്ക്, അതായത് 2 ചിന്തകളുള്ള ഒരു ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് കടന്നു പോകും. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. 0 മനസ്സിൻ്റെ ഏറ്റവും അഗാധ തലത്തിലാണ് നിങ്ങളിപ്പോൾ. എപ്പോഴൊക്കെ കൈകൾ കൂട്ടിമുട്ടിച്ച് മണ്ഡലമുദ്രയിൽ ഇരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അപ്പോഴെല്ലാം മനസ്സുകൊണ്ട് ഈ അവസ്ഥയിൽ എത്തിച്ചേരാം. 1. Take a deep breath. 2. Breathe out. 3. Breathe in. 4. Breathe out. 5. Breathe in deeply. കൈകൾ കൂട്ടിമുട്ടിച്ച് ചൂടാക്കി കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് ഉണർവിലേക്ക് വരാം. മെല്ലെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. മെഡിറ്റേഷൻ തീർന്നു. സാറേ, ഓക്കെ സർ, താങ്ക് യു. ആ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഇനി ഷാജി സാർ. ഷാമാം. Thank you, sir. Good evening, all of you. അതേപോലെ ഒരു വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. വിഷ്വലൈസേഷൻ.
വിഷ്വലൈസേഷൻ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുണ്ടാവുള്ളൂ എൻ്റെ ജീവിതത്തില്. പക്ഷെ എന്താണ് വിഷ്വലൈസേഷൻ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 1983 SSLC ബാച്ചിലാണ് ഞാൻ എക്സാം എഴുതിയത്. അവിചാരിതമായിട്ട്, വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. നല്ല മാർക്കിൽ പാസ്സായെങ്കിൽ കൂടി എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴും എൻ്റെ അച്ഛൻ എന്നെ അക്ഷരം പഠിപ്പിച്ചിരുന്നു. അത് വല്ലാത്തൊരു വെളിച്ചമായിട്ട് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ കെടാതെ സൂക്ഷിച്ചിരുന്നു. പിന്നീട് അതിനു മുൻപ് എനിക്ക് എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മലയാളം ടീച്ചർ എന്നെ നന്നായി സംസാരിക്കാനും നന്നായി എഴുതാനും ഒക്കെ എൻ്റെ കഴിവ്, അങ്ങനെയുള്ള ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടില് 10 മക്കളായിരുന്നു. അപ്പൊ ഏറ്റവും ഇളയ ഒരു അമ്മയുടെ സിസ്റ്റർ എന്നെക്കാളും ഒരു 4 or 5 വയസ്സിന് മൂത്തതായിരുന്നു. ആ ചിറ്റയായിരുന്നു എൻ്റെ കളിക്കൂട്ടുകാരി, എൻ്റെ റോൾ മോഡൽ എല്ലാം. നന്നായി വായിക്കുകയും നന്നായി ഒരുങ്ങുകയും അണിഞ്ഞൊരുങ്ങുകയും അതുപോലെ തന്നെ നന്നായി സംസാരിക്കുകയും നല്ല ഹാൻഡ് റൈറ്റിങ്. ചിറ്റയ്ക്ക് അന്ന് സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു ഹാൻഡ് റൈറ്റിങ്ങിന്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചത് ആ ഒരു സംഭവത്തിലൂടെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെ നന്നായി ശ്രമിക്കുകയും സ്വപ്നം കാണുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ആ ഒരു എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ സ്വപ്നങ്ങൾ ആദ്യത്തെ അച്ചീവ്മെന്റ് ആയിട്ട് കടന്നു വന്നു. ഹാൻഡ് റൈറ്റിങ്ങിൽ എനിക്ക് ഓൾ സ്കൂൾ ഫസ്റ്റ് ലഭിക്കുകയുണ്ടായി. വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഫാദർ ഞങ്ങളിൽ നിന്നും വിട്ടുപോയത്, സാമ്പത്തികമായിട്ട് വളരെയേറെ ദരിദ്രരായിരുന്ന ഞങ്ങൾക്ക്, സ്നേഹം കൊണ്ട് സമ്പന്നരായിരുന്നു, സമ്പത്ത് കൊണ്ട് ദരിദ്രരായിരുന്നെങ്കിലും സ്നേഹം കൊണ്ട് വളരെ സമ്പന്നരായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ബാല്യകാലം എനിക്കുണ്ടായി. അപ്പോ എനിക്ക് തോന്നുന്നു 40 കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം 2 or 3 സ്ഥാനത്ത് ആയിരുന്ന ഞാന് 40ാമത്തെ സ്ഥാനത്തുള്ള ഒരു കുട്ടി, 210 മാർക്ക് വാങ്ങിച്ച ആ കുട്ടി അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പൊ ആ കുട്ടി എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. അവള് കോളേജിൽ പോകുന്നത്, PDCക്ക് പോകുന്നത് നിറകണ്ണുകളോട് ഞാൻ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സങ്കടം, ഞാൻ ആ സങ്കടത്തെ സ്നേഹിച്ചു തുടങ്ങി പിന്നീട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, എനിക്ക് 2 കുട്ടികളുണ്ടായി. അവരിലേക്ക് എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ മോഹങ്ങളെല്ലാം അവരെ ചുറ്റിപ്പറ്റിയായിരുന്നു. പിന്നീട് അവരെ സ്കൂളിൽ അയക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാനും അവരുടെ കൂടെ പഠിച്ചു തുടങ്ങി. അവരോടൊപ്പം ഞാൻ സ്കൂളിൽ പലപ്പോഴും പോകാറുണ്ടായിരുന്നു. പല കോമ്പറ്റീഷൻസിൽ ഞാൻ അവരോടൊപ്പം പോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ടീച്ചേഴ്സിന്റെ ഒപ്പം പോകുമ്പം മറ്റു പലരും, എന്നെ അറിയാത്ത പലരും എന്നെ ടീച്ചറെ എന്ന് വിളിക്കുന്നത് കേട്ട് അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കായി. എനിക്ക് പഠിക്കണം എന്നുള്ള അപ്പോഴും ഞാൻ കുട്ടികളെ പഠിപ്പിച്ചപ്പോഴെല്ലാം ഞാൻ വളരെ ആസ്വദിച്ച് ഞാനും പഠിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മനസ്സിലുള്ള ആ സ്വപ്നം, എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ആ സ്വപ്നത്തെ ഞാൻ എപ്പോഴും ഒരുപാട് സ്നേഹിച്ചിരുന്നു. 1983 ബാച്ചിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ മോൻ 2014 ബിടെക് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. തീർച്ചയായിട്ടും അത് എനിക്ക് ഈശ്വരൻ നൽകിയ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ഈ പ്രപഞ്ചം എൻ്റെ സ്വപ്നത്തെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷിന് ഞാൻ ഓപ്പൺ സ്ട്രീമിൽ ജോയിൻ ചെയ്തു. +2 ഇല്ലാത്ത ആളുകൾക്ക് ഓപ്പൺ സ്ട്രീമിൽ ജോയിൻ ചെയ്യാനുള്ള ഒരേ ഒരു അവസരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തിരുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനു വേണ്ടിയിട്ട് എന്നെ ഒരുപാട് പേര് സഹായിച്ചിരുന്നു. കൊച്ചി FM ആണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കുഞ്ഞു റേഡിയോയായിരുന്നു എൻ്റെ കൂട്ടുകാരി. എൻ്റെ കുട്ടികൾ സ്കൂളിലൊക്കെ പോണ സമയത്ത് അതിൽ നിന്നാണ് ഇവയൊക്കെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ BAക്ക് ജോയിൻ ചെയ്തു. ഒരു ഓപ്പൺ സ്ട്രീം എൻട്രൻസിലൂടെ എനിക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു.
6 വർഷത്തെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ കൂടി എനിക്ക് എന്താണെന്ന് പോലും 31 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ പകച്ചു നിന്നപ്പോൾ എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ചിരുന്നവര്, എൻ്റെ മാഷ് ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു. 3 വർഷം കൊണ്ട് തന്നെ എനിക്ക് ആ കോഴ്സ് 76% മാർക്കോട് കൂടി പാസ്സാകാനായിട്ട് സാധിച്ചു. വാട്ട് നെക്സ്റ്റ് എന്ന് ആലോചിച്ച് നിന്നപ്പോൾ ആണ് നിങ്ങൾ ഇനിയും പഠിക്കണം എന്നുള്ള ഞങ്ങളെ എൻകറേജ് ചെയ്തത് ഞങ്ങളുടെ ജോയ് മാഷാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ തൃശ്ശൂർ കേരളവർമ്മ കോളേജായിരുന്നു. അത് ആ യാത്രയും കോതമംഗലത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ഒരു യാത്രയും അവിടുത്തെ ക്ലാസ്സുകളും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കോളേജ് ആ ഒരു കലാലയ അന്തരീക്ഷത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോയി. ഞാൻ വീണ്ടും ഒരു കുട്ടിയായി എന്നുള്ളൊരു ഫീല് അതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. ഇഗ്നോൻ്റെ എന്നെ സാറ് പറഞ്ഞതുപോലെ ഇഗ്നോൻ്റെ MA ഇംഗ്ലീഷ് ജോയിൻ ചെയ്തു. അതിനുശേഷം കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ ആലപ്പുഴയിൽ അതുപോലെ തന്നെ കൊച്ചി FME എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ആലപ്പുഴയിൽ സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജിക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ടോംസ് ആന്റണി സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത്. അദ്ദേഹം അങ്ങനെയാണ് ഷീല ടീച്ചർക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ ഡീപ് ഫ്രണ്ട്സ് ആയത്. ഓക്കെ, ഇപ്പോൾ MA ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച് കംപ്ലീറ്റ് ആയി. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എൻ്റെ ഏലിയാമ്മ ടീച്ചറിന്റെ പ്രാർത്ഥനയാവാം ഇന്ന് ഞാൻ കോയമ്പത്തൂർ ഒരു ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്. എനിക്കറിയാം ഇപ്പൊ വിഷ്വലൈസേഷന്റെ എഫക്റ്റ് അതിന്റെ ശക്തി ഉണ്ട്, അതുപോലെ അഫക്റ്റിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചതും ഇതും ഈശ്വരൻ തന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, അതുപോലെ വിഷ്വലൈസേഷൻ, കമ്പാഷൻ, കൈൻഡ്നെസ്, ഇതെല്ലാം എങ്ങനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ഒരു അനുഗ്രഹമാണ് തരുന്നത്, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് എൻ്റെ ജീവിതം കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അതൊരു പറയാൻ എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ. താങ്ക് യു സർ, താങ്ക് യു ഓൾ ഓഫ് യു. അടിപൊളി അടിപൊളി. താങ്ക് യു. വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട സ്വപ്നങ്ങൾ. അതിനെ യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കും. ഇപ്പം അനിൽകുമാർ സാറ് പറഞ്ഞ പോലെ ജിം ക്യാരി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടൻ ഒരു ചെക്ക് ഒരു കോടി രൂപയുടെ ചെക്ക് എഴുതിയിട്ട് 10 വർഷം അദ്ദേഹം കയ്യിൽ വെച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. സമയം തീർച്ചയായിട്ടും വരും, പക്ഷെ സാധ്യമാകുക, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഒരു ആയുസേ ഉള്ളൂ, അല്ലെ ഒരു ജന്മം അല്ലേ ഉള്ളൂ. ആ സമയത്ത് ബോധപൂർവം നമുക്ക് ആഗ്രഹിച്ച തലത്തിലേക്ക് എത്താനുള്ള ഒരു വലിയ അതിനെക്കുറിച്ചാണ് അനിൽകുമാർ സാർ പറഞ്ഞത്. എനിക്ക് ഷാജി മാത്യു സാർ എന്തെങ്കിലും പറയുന്നോ? എന്തായാലും പിന്നെ ഈ പറഞ്ഞ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കും വളരെ വിശ്വാസമുണ്ട്. എന്തായാലും പിന്നെ ഞാനിങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ കിടന്ന് എന്നെ SD എന്താണ് സ്റ്റാർട്ട് ബൈ ഡൂയിങ് എന്താണ് DPK SDR എന്നൊരു ഫോർമുല ഞാൻ ഉണ്ടാക്കി. DPK എവിടുന്ന് കേട്ടാ ഞാൻ DPK എന്ന് പറഞ്ഞാൽ ഡിസൈഡ് വാട്ട് യു വാണ്ട്, പുട്ട് ഇറ്റ് ഓൺ പേപ്പർ, നോ വെയർ ടു സ്റ്റാർട്ട്, സെറ്റ് ഇറ്റ് ഇൻ മോഷൻ, ഡോണ്ട് സെറ്റിൽ ഫോർ ദ ലെസ്, റെക്കഗ്നൈസ് ഇറ്റ്സ് അറൈവൽ. പിന്നെ 6 പ്രിൻസിപ്പിൾ. അപ്പൊ ഈ റെക്കഗ്നൈസ് ഇറ്റ്സ് അറൈവൽ എന്നുള്ളതാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം വന്നതായിട്ട് നേരത്തെ ചിന്തിച്ച് പിക്ചർ കണ്ട് അത് സംഭവിച്ചായിട്ട്. അപ്പം DPK SDR എന്നുള്ള ഒരു ഫോർമുല പോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ വളരെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഇതിപ്പം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയൻ ഹിൽ പറഞ്ഞിട്ട് വാട്ട് എവർ ദ മൈൻഡ് ഓഫ് എ മാൻ ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. മനസ്സിന് കൺസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ ഒക്കെ ഉള്ള ഒരു ഐഡിയയാണ്. അപ്പം അതുപോലെ പ്രകൃതി മൊത്തം നമ്മളോടൊപ്പം യോജിച്ച് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അങ്ങനെ ഒത്തിരി രീതിയിൽ എല്ലാ ബുക്കുകളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇപ്പം കൂടുന്നുണ്ട്. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ഈ രീതിക്ക് ഒത്തിരി ബുക്കുകൾ ഇപ്പം ഒത്തിരി ഇറങ്ങുന്നുണ്ട്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസൈഡ് വാട്ട് യു വാണ്ട്, പുട്ട് ഇറ്റ് ഓൺ പേപ്പർ, ഡോണ്ട് സെറ്റിൽ ഫോർ ദ ലെസ്, ഈ രീതിക്ക് പോകണം. അല്ലെങ്കിൽ ഡിസയർ ശക്തമായിട്ട് വേണം, ഡയറക്ഷൻ വേണം. അതായത് എങ്ങനെ ചെയ്യണം, ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡെഡിക്കേഷൻ വേണം, നല്ല ഹാർഡ് വർക്ക് വേണം.
ഡിസിപ്ലിൻ വേണം. അപ്പം ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സമയത്ത് അതിൻ്റെ രീതി മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് നല്ല രീതിയിൽ വിജയിച്ച് പോകാൻ പറ്റും. അത് കറക്റ്റ് സമയത്ത് ഓരോരുത്തരും തിരിച്ചറിയണം. പലരും തിരിച്ചറിയുന്നില്ല, അല്ല ലേറ്റായിട്ട് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ പലരും ചിലർ തിരിച്ചറിയുന്നില്ല, അതുകൊണ്ട് അവർക്ക് കൂടുതൽ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയണ ഒത്തിരി സമയം എടുക്കും. അപ്പം ഞാൻ തൽക്കാലം നിർത്തുവാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അനിൽകുമാർ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സാറിൻ്റെ മെഡിറ്റേഷനും സൂപ്പറായിരുന്നു. കറക്റ്റായിട്ട് അത് നമുക്ക് അകത്തേക്ക് സ്വീകരിക്കാൻ സാധിച്ചു. താങ്ക് യു സാർ. ഓക്കെ, മനോജ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. സാർ, ഈ പറഞ്ഞ അനിൽകുമാർ സാർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും സാറിൻ്റെ തീം തന്നെ വിഷ്വലൈസേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് സാറ് അത് എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ അനിൽകുമാർ സാറ് വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അതുപോലെ സാറിന് ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനും അത് ആവശ്യമുള്ളവർക്ക് ആ രീതിയിൽ സാർ അത് പകർന്നു കൊടുക്കാനുള്ള സാറിൻ്റെ ഒരു മനോഭാവം തന്നെ വലുതാണ്. കൂടുതൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സാറേ വരട്ടെ. നമുക്ക് ഇതാണ് വേണ്ടത്. എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. പക്ഷേ എനിക്കിതുപോലുള്ള എൻ്റെ ഒരു ഒറ്റ കാര്യം, അത് എനിക്കൊരു സുഹൃത്തുണ്ട്, കോഴിക്കോടാണ്, അജിത് കുമാർ. അദ്ദേഹം ഇതിന് വലിയൊരു ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നപ്പോൾ, കടങ്ങളും കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ മാറ്റിയത് ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ ഇങ്ങനെ അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ രക്ഷപ്പെട്ട ഒരാളുണ്ട്. നൗ ഈസ് എ വെരി പ്ലസൻറ്റ്ഫുൾ. എന്താ, പുള്ളി വീണ്ടും വലിയൊരു ബിസിനസ്സുകാരനാണ്. ദുബായിലൊക്കെ പോയിട്ട് പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോടികളുടെ നഷ്ടമുണ്ടായ ആൾ ഇന്ന് വളരെ എന്താണ് അങ്ങനെ അതിനെല്ലാം മറികടന്നത്. അജിത് കുമാർ സാർ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിനകത്ത് എനർജി ഉണ്ടെന്നും അതൊക്കെ അങ്ങനെ അതിനൊക്കെ പോലും എനർജൈസ് ചെയ്ത് വെള്ളം പോലും കുടിക്കുന്ന ഒരു മാന്യദേഹമാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, അതിന് വളരെ അടുത്ത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ആക്റ്റീവാണ്. പുള്ളിയുടെ അടുത്ത് ചെന്നാൽ പോലും ഒരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ സാറ് പറഞ്ഞൊക്കെ വളരെ എന്താണ്, നമുക്ക് ആവശ്യമെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാം, പഠിക്കാം. അതിനെക്കുറിച്ചുള്ള ഒരു ഒരു എന്താണ്, നമുക്ക് ഒരു എന്താണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും ഒക്കെ വേണമെന്ന് മാത്രമേ എൻ്റെ ഈ ചെറിയ അറിവിൽ ഞാൻ പറയുന്നുള്ളൂ. സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അനിൽകുമാർ സാർ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്ലാസ്. യുവർ മെഡിറ്റേഷൻ വാസ് ഓൾസോ സൂപ്പർ സാർ. അനിൽകുമാർ സാർ അൺമ്യൂട്ട് ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു അനിൽകുമാർ സർ. അപ്പോൾ സാറിന്റെ ക്ലാസ്സിന്റെ ഒപ്പം സാബു സാറിന്റെ, മനോജ് സാറിന്റെ, ഷീബ മാമിന്റെ എല്ലാവരെയും എന്താ പറയാ, കറിക്കൂട്ടുകൾക്ക് ആ രുചിയും മണൊക്കെ ചേർക്കാനായിട്ട് മസാല കൂടുതൽ ചേർക്കില്ല. അതിന്റെ കൂടെ ഉഷയുടെ ഒരു നോവും കൂടി. അപ്പൊ അടിപൊളി, മസാല, നല്ല സെഷൻ. താങ്ക് യു സർ. ശരിക്കും ഇങ്ങനത്തെ ഒരു സെഷൻസ് ഒക്കെ എല്ലാവരും എടുക്കണം. കാരണം അനുഭവം അല്ലെ, നമ്മളെ പറയുമ്പോഴാണ് നമുക്ക് അനുഭവത്തിന്റെ കുത്തൊഴുക്കുണ്ടാകുന്നത്. ഇതിലെ അൺകണ്ടീഷണൽ ബിലീഫാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അതാണ് ലോ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ശരിക്കും ബോധപൂർവം എന്ന് പറഞ്ഞ വാക്കിന് വലിയ അർത്ഥമാണ്. ബോധപൂർവം ക്ലാസ് എടുക്കണമെങ്കിൽ സ്വല്പം ബോധപൂർവമായ എഫേർട്ട് വേണം. മനോജ് സാറേ, തിങ്കളാഴ്ച സാറിന്റെ ക്ലാസ് ആണ് കേട്ടോ. ആയിക്കോട്ടെ സാർ, ഞാൻ നമുക്ക് തുടങ്ങാം. സാറിൻ്റെ സമയം ഞാൻ തിങ്കളാഴ്ച ആകുമ്പോൾ കുറച്ച് കൺവീനിയൻ്റ് ആയി. ഞാൻ ഇന്ന് നാളെ കൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ചെറിയ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു. സാറ് പറഞ്ഞത് നന്നായി. നമുക്ക് തുടങ്ങാം, വേറൊരു അധ്യായം നമുക്ക് തുടങ്ങാം. തിരുക്കുറൾ ഏതൊക്കെ ദിവസമാണ് സാറേ? ഏതായിരുന്നു തിരുക്കുറൾ ആഴ്ചയിൽ എത്ര ദിവസമാണ്? ഒറ്റ ദിവസമുള്ളൂ, വെള്ളിയാഴ്ച മാത്രം. ഓക്കെ, താങ്ക് യു സാർ. മാം പറയുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ചാപ്റ്റർ ഇടാം കേട്ടോ. ഒരു ഏതെങ്കിലും ഒരു 10 കുറിൽ ഏതെങ്കിലും ഒരു കുറിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. എല്ലാവർക്കും യെസ് പറയൂ സാർ. ഇതിൽ പങ്കെടുത്ത, എനിക്ക് നല്ല കമന്റ് പറഞ്ഞ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. സമയം വളരെ വൈകി. പ്രത്യേകിച്ച് സാബു സാറ് ഇതിനെ എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും നല്ല കമന്റ് പറഞ്ഞതിനും ഇത്രയും പേരെ കുട്ടിയതിനും ഒക്കെ നന്ദി. എല്ലാത്തിനും ഉപരി നമ്മുടെ ദൈവത്തിന് നന്ദി. എല്ലാ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഈ ടെക്നിക്കുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാൻ കഴിയട്ടെ. പ്രെയർ വേണം, മെഡിറ്റേഷൻ വേണം, വിഷ്വലൈസേഷൻ വേണം, അഫർമേഷൻസ് വേണം, സെൽഫ് ടോക്ക് വേണം,
പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആ സാറ് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ബിലീഫ് അത് നമുക്ക് എപ്പോഴും വേണം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഫ്രീ ആക്കിക്കൊണ്ട്, പവിത്രമാക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ നല്ലത് സംഭവിക്കും. ഓക്കെ എന്ന് പറയുന്നത് എന്നർത്ഥം. അപ്പൊ നാളെ വിഷ്വലൈസേഷനുള്ള ഒരു ചെറിയ ഒരു എന്താ പറയുക ഹോംവർക്ക് തരാം. നാളെ നമുക്ക് പി ദക്ഷിണാമൂർത്തിയുടെ പാട്ടുകളാണ്, മനോഹരമായ പാട്ടുകളാണ്. അത് നല്ലോണം വിഷ്വലൈസ് ചെയ്ത് പോരെ. അനകുമാർ സാർ പറഞ്ഞു കേട്ടോ. അതെ, നമ്മുടെ പ്ലാറ്റ്ഫോമിനെ എന്താണ് വിഭിന്നമാക്കുന്നതും ഇങ്ങനെ മനോഹരമാക്കുന്നതും വിവിധ സബ്ജക്റ്റുകൾ, വിവിധ ആൾക്കാർ അത് അതിനകത്ത് നമ്പറുകൾക്കല്ല കണക്ട് ചെയ്യുക. അതിനകത്ത് ഇപ്പം 6 പേരെ ഉള്ളെങ്കിലും എല്ലാവർക്കും അതിനകത്തുള്ള ഒരു സൗമനസ്യവും ഒക്കെ ഇരുന്ന് അതാണ് സാബു സാറിനെ എൻ്റെ പ്ലാറ്റ്ഫോമിന്റെ എന്താണ് വേറെ നിർത്തുന്നത്. താങ്ക് യു സാർ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. റൈറ്റ് സാർ. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.